ഹായ് വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൻ്റെ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗോവ ബീച്ചിലെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലോട്ട് പോവുകയാണ്. ഗുജറാത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള വീഡിയോ ആണിത്. ഇനിയിപ്പം നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേയിലൊക്കെ കയറാൻ പോവുകയാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ കാണുക. ഇതിനു മുമ്പ് നമ്മൾ എല്ലാ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്തത് ഉടുപ്പിയിലായിരുന്നു. ഉടുപ്പിയിൽ നിന്ന് പിന്നെ രണ്ടാമത്തെ ദിവസം വിട്ടിട്ട് പിന്നെ നമ്മൾ ഓടിയത് മൊത്തം കർണാടകയിൽ കൂടെ പോയിക്കിട്ട് പിന്നെ നമ്മൾ ഇവിടെ എത്തി ഗോവയിൽ വന്നായിരുന്നു. അന്ന് പകൽ ഗോവയിൽ വന്നു. ഗോവയിൽ നിന്ന് പിന്നെ ബീച്ചൊക്കെ എൻജോയ് ചെയ്തായിരുന്നു. പാലോലം ബീച്ചിൽ പോയായിരുന്നു. അവിടുത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് മഹാരാഷ്ട്ര വഴി ഗുജറാത്തിലോട്ട് കയറുന്ന വീഡിയോ ആണിത്. പിന്നെ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാൻ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. കുറച്ച് ദിവസം 2-3 ദിവസം കൊണ്ട് ഒതുക്കുന്നതായതുകൊണ്ട് നമ്മൾ രാത്രിയിലൊന്നും ഉറക്കമില്ലാതൊക്കെ. ഇപ്പം നമ്മളാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ബോംബെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോംബെയുടെ ഔട്ടറിൽ കൂടെ കുറച്ച് ടച്ച് ചെയ്ത് പോകത്തുള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം നമ്മൾ ബോംബെയിൽ പോകുന്നിടത്തെല്ലാം കൂടുതലും പണികളൊക്കെയാണ് നടക്കുന്നത്. വഴിയൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ മാപ്പിൽ കാണിക്കുന്ന വഴിയെ കൂടെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലോട്ട് പോയപ്പോൾ ഉള്ള വീഡിയോയ്ക്കകത്ത് മുംബൈ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും പിന്നെ അടൽ ബ്രിഡ്ജും പിന്നെ അവിടുത്തെ സിറ്റി കൂടെ ഉള്ള കുറേ വീഡിയോകളൊക്കെ അവിടുത്തെ ബിൽഡിങ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നേരത്തെ ഒരു നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം അധികം ഇല്ല, എന്നാലും നമ്മൾ ഇപ്രാവശ്യവും അടൽ ബിഹാരി ബ്രിഡ്ജിനകത്തൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് വീഡിയോ കാണുക. എത്ര കറങ്ങിയാ പോന്നേ? അടൽ സേതുവിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആദ്യം നമ്മൾ പോയായിരുന്നു, അങ്ങോട്ട് നാട്ടിലോട്ട് പോയപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കയറിയില്ലല്ലോ അല്ലേ? കയറിയോ? ഇത് 21 കിലോമീറ്റർ നീളമുണ്ട്. 21.8 കിലോമീറ്റർ. സീലിൽ കൂടെ ഉള്ള പാലവാ. ടോൾ പ്ലാസ ഉണ്ട്. ടോൾ പ്ലാസ 1 കിലോമീറ്റർ. ഇവിടെയാണോ? ഇവിടെ കയറിയത് നമ്മളന്ന് ഇവിടെ ടോയ്ലറ്റിലൊക്കെ കയറിയിട്ട് ഫുഡ് കഴിച്ച് അവിടെ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു. അവിടെ കയറി റെസ്റ്റ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചത് ഇവിടെ ഇരുന്നായിരുന്നു. ഇപ്പം നമ്മൾ അടൽ സേതുവിൽ കയറും. ഇതൊക്കെ ഒരു വണ്ടി വന്ന പിള്ളേർ. താങ്ക്സ് ഫോർ വിസിറ്റിംഗ് അടൽ സേതു. ബിൽഡിങ്സ് കണ്ടു തുടങ്ങി. വാഡാല, കൊളാബ, മുംബൈ പോർട്ട്. टेक फ्लाईओवर
വടാലക്കാ പോട്ടെ നമ്മള്. അപ്പൊ നമ്മളിപ്പോൾ അടൽ സേതുവിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് ക്യാമറ എടുക്കരുതെന്നൊക്കെ, ഫോട്ടോ എടുക്കല്ല, വീഡിയോ എടുക്കരുതെന്നൊക്കെ. നമ്മുടെ സ്പീഡ് എത്ര? സ്പീഡ് 68 ആണോ? കടലിൽ കൂടെയുള്ള പാലം. കിലോമീറ്റർ ആയിട്ടുണ്ട്. എന്തായാലും കിലോമീറ്റർ കുറയുന്നുണ്ടല്ലോ. വഡാല കൊളാബ മുംബൈ പോർട്ട് 24. അപ്പം ഇതെന്ന് പറയുന്നതാണ് ഈ പാലത്തിന് നീളം എന്ന് പറയുന്നത് 21.8 കിലോമീറ്റർ ആണ്. മുംബൈ നവി മുംബൈ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലമാണിത് അല്ലേ? ആ, ഇന്ത്യയിലെ പിന്നെ നീളമുള്ള ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് ആണ് ഈ അടൽ സേതു. മുംബൈ 25 കിലോമീറ്റർ. 6 ലൈൻ അല്ലയോ? 6 ലൈൻ. മാക്സിമം സ്പീഡ് നമുക്ക് 100 km/h. 100 എന്തിനാ പിടിക്കുന്നത്? നമുക്ക് അതൊക്കെ പോയാൽ മതി, എന്നിട്ട് വേണം വീട്ടിൽ വരാൻ ഫൈന്. ഓപ്പൺ മോട്ടോർ സൈക്കിളും ഓട്ടോറിക്ഷയും ട്രാക്ടറും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് കേട്ടാ. കടല് ദൂണ്ടല്ല. അവിടെ ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട് അബിയെ. ഷിപ്പ് അബേ, ഷിപ്പ് കാണണോ? Look at the left side. Because sea bridge. Sea കകത്തുള്ള ബ്രിഡ്ജ് 15 किलोमीटर बाकी है. ठीक है, बगल में दिखाता है. अभी अटल सेतु ऊपर लगा दिखाएगा नंबर. किलोमीटर 15 बाकी. स्पीड तो अभी 15 किलोमीटर बाकी अभी दिखा रहे हैं. अभी देखो इनी 13 किलोमीटर കൂടെ ഉള്ള പാലം. 13 kilometers left. പാലം കാണുന്നുണ്ടോ അബിയെ? കടലിനകത്തുള്ള പാലം കണ്ടോ? ഷിപ്പൊക്കെ ഉണ്ട്. ഷിപ്പ് അതും എനിക്ക് തോന്നുന്നു ഓയിൽ മൈനിങ്ങിന്റെ ഒക്കെയാന്ന് തോന്നില്ല എല്ലാ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. അവിടെ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അതാണെന്നൊന്നും അറിയത്തില്ല. ഷിപ്പ് നെങ്കൂരമായിട്ട് നിൽക്കുക അല്ലേ? ऑयल रिफाइन करता है ना, ऑयल जाता होगा ना उसमें. 7.6 ढक्कन ओपन करके दे दो भैया. പിടിച്ചിട്ട് ഞാൻ തുറന്ന് തരും. അപ്പൊ തുറന്ന് മേടിച്ചോണം. ഇത് ഓയിൽ എക്സ്ട്രാക്ഷന്റെ ആ തോന്നുന്നു. നടുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് പൈപ്പ് ലൈൻ വഴി കരയിലോട്ട് കൊണ്ടുവരുന്നത്. പൈപ്പ് ലൈൻ
കടലിനകത്തോട് ഞങ്ങൾ പോവാ. അവൻ മുറുക്ക കഴിക്കുന്നത്. നവീ മുംബൈ അടൽ സേതുവിനകത്ത് മുറുക്കം കഴിച്ചു പോകുന്ന അഭിജിത്ത്. സേതു ഒക്കെ കഴിഞ്ഞ് അതാ കാണും. ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവാ. നോക്കാം. 27 വരെ 27 ഫ്ലോർസ്. താഴെയെല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകളാ. വീടുകളാന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. എ സി എല്ലായിടത്തും ഉണ്ട്. അതൊന്നും കണ്ടിയാൽ എല്ലാം ഫ്രീ ആയിട്ട് ഉള്ള ഇതാണ്. नवी मुंबई जम्बू नवी मुंबई घाटकोपर ढाणी. ഇത് വലിയ തുറക്കാന്നല്ലോ. അതിനപ്പുറത്തോളം നടക്കാനുള്ള സ്ഥലമാണോ? വളഞ്ഞ തിരക്കാണല്ലോ. അതുകൊണ്ടാ സിംഹം നിൽക്കുന്നത്. അങ്ങനെ നമ്മള് മുംബൈന്ന് 550 മീറ്റർ 550 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ്. നേരെ മേളിലോട്ട് പോകും ആയിരിക്കും. ടേക്ക് ഫ്ലൈ ഓവറിന് എടുത്തേക്കുന്നത്. ടേക്ക് ഫ്ലൈ ഓവർ അതാ നടക്കുന്നത്. NH48. അങ്ങനെ നമ്മൾ വന്ന് NH48 കയറി. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? ഏതുവഴി പോന്നേല് 750 മീറ്റർ 48 കയറും. നമ്മളിപ്പം മുംബൈ സിറ്റിയുടെ ഔട്ടറിൽ കൂടെ താനെ വഴി വിരാർ വസായി വഴി നമ്മൾ ഗുജറാത്തിലെ വഡോദരയിൽ കൂടെ അങ്ങ് രാജസ്ഥാനിലെത്തും. അപ്പം ഇത് നോക്ക് എത്ര വലിയ ബിൽഡിങ്ങുകളാണ്. ഓംകാർ ഗ്രൂപ്പ്, അദാനി റിയൽറ്റി. നോക്കടാ അദാനിയുടെ ബിൽഡിങ്. ഇപ്പം സമയം 1:45 കഴിഞ്ഞ് 2 മണി ആവാറായി. നമ്മള് മുംബൈയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ഗുജറാത്ത് ഹൈവേയിലോട്ട് കയറി. ഇപ്പോൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകുന്ന വെച്ച് കുപ്പിയിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇപ്പോൾ പെട്രോൾ അടിച്ച് ഇവിടെ പെട്രോളിന് 111 രൂപ. മഹാരാഷ്ട്രയിൽ 111.
തബീബാ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. ഇപ്പം സമയം 2 മണി കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു കടയെടുത്ത് നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. പോയി നോക്കട്ടെ എന്തൊക്കെ കിട്ടുമെന്ന്. ബാ ബാ ബാ. ഞങ്ങൾ 2 പഞ്ചാബി ഥാലി പറഞ്ഞിട്ടുണ്ട്. പഞ്ചാബി ഥാലി. ഒരു ഗ്ലാസ് ഇങ്ങനത്തെ നോക്കട്ടെ. ചാച്ചാണോ? പനീരാവോ? തൈരല്ലേ അത്? ഷെയറിംഗ് ഈസ് കെയറിംഗ്. റൂംസ് അവൈലബിൾ ആണ്. ചാർ മസാല വെള്ളമില്ല അവിടെ. ന്റെ ഥാലി, നമ്മുടെ ഥാലി വന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്കൊരെണ്ണം. ഐസ്ക്രീം കഴിക്കുവാന്നോ? മക്ക മാംഗോ. അമ്മ നോക്കിയേ വെട്ടി വെച്ചേക്കുന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഗുജറാത്തിലോട്ട് കയറാൻ പോവാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര, RTO ചെക്ക് പോസ്റ്റ്. ഇവിടെ ചെക്കിംഗ് ആണോ? ഗുജറാത്തിലേക്കുള്ള ആദ്യത്തെ ടോള്. ഗുജറാത്തിന് ചെക്ക് പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ബോർഡ് എടുക്കാൻ വിട്ടുപോയി. ബോർഡ് വീഡിയോ കിട്ടിയില്ല. പഴയതായത് ഇപ്പോൾ ഇല്ല. പുതിയത് ഫ്രണ്ടിലുണ്ടോ?
ബഗ്വാട. ഇപ്പം 2 പമ്പിൽ നമ്മൾ കയറി നോക്കി, എങ്ങും പെട്രോൾ ഇല്ല, ഡീസൽ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റിയില്ല. പിന്നെ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചുകൊണ്ട് പോരുന്നു. രണ്ടും പെട്രോളില്ല. ഇനി എത്ര പെട്രോൾ പമ്പ് നോക്കാം, അതിനറിയത്തില്ല. പെട്രോൾ ഇല്ല. ഇവിടെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി, നേരത്തെ കയറിയെടുത്ത് കിട്ടിയില്ല. ഇവിടെ ഇപ്പോൾ 2ാമത് കയറിയെടുത്ത് കിട്ടി. ഇവിടെ എങ്ങനെ വില? 102 രൂപ 57. ഗുജറാത്തിൽ കുറവുണ്ടെന്നല്ലോ അല്ലേ? 102 രൂപ. എത്രയായിരുന്നു? 101. 101 അല്ലേ? ഏറ്റവും കുറവ് കിട്ടിയത് മാഹിയിലായിരുന്നു, 101. ഇവിടെ ഇപ്പം 102. മഹാരാഷ്ട്ര നമ്മൾ 111. മഹാരാഷ്ട്ര 111 അടിച്ചത്. ഗുജറാത്തിൽ 102. എക്സ്പ്രസ് വേയിലോട്ട് കയറാൻ പോകും. അതുപോലെ അവിടെ ഓടുന്നുണ്ട്, ആ വണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ്. വെളിയിലെ എക്സ്പ്രസ് വേ കയറാൻ പോകും. 100 കിലോമീറ്റർ ആണോ? ഇതൊന്നും ഗുജറാത്തിലാ പേര് എഴുതി വെച്ചിരിക്കണം. നമുക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. സ്ഥലപ്പേര് പോലും ഗുജറാത്തിലാണ് വെച്ചേക്കുന്നത്. NE4 വഡോദര മുംബൈ. ഏതായിരുന്നടാ? നമ്മളിപ്പോ കേറുന്നത് എക്സ്പ്രസ് വേയിലോട്ട്. ഏത് എക്സ്പ്രസ്? ഡൽഹി വഡോദര മുംബൈ. നമ്മൾ വഡോദര ഔട്ടാവുമായിരിക്കും. ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേയിലോട്ട് കയറാൻ പോവാം. ഫ്രീ പ്ലാസ ഹെഡ്. ടോളുണ്ട്. ഫ്രീ പ്ലാസ. പേര് ഗാണ്ടീവ് ടോൾ. ഗാണ്ടീവ്. അങ്ങനെ നമ്മൾ ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സ്പ്രസ് വേയിലോട്ട് കയറാൻ പോവാണ്, വഡോദരയ്ക്ക് പോകാൻ. 100 കിലോമീറ്റർ കടുവായിരിക്കും ഇല്ലയോ? സൂറത്ത് 60, കിം 72, ഡൽഹി 1080. നമ്മള് വഡോദര ഇറങ്ങണം. ആ വഴി ഈ വഴിയും കൂടെ ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മളിത് ആട്ടും കാട്ടും ഇതുണ്ടാവും പോയത്. സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവോ? പിന്നെ പാറ പറഞ്ഞ അലുവക്കാട്ടത്തിന് വേണ്ടപ്പോ പോകും. ഭയങ്കര കുലുക്കാണല്ലോ. സിമിലർ റോഡായിട്ടാ.
നമ്മൾ വഡോദര മുംബൈ എക്സ്പ്രസ് ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെന്ന് കയറുന്നത് ഗുജറാത്ത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിലെ ജോധ്പൂരിലെത്തണം. അപ്പം നമ്മളിതിപ്പം 4-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി. 4-ാം തീയതി അല്ല 3-ാം തീയതി 3-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്ന് രാത്രി സ്റ്റേ ചെയ്തു. പിന്നെ 4 കണ്ടിന്യൂസ് ഓടി, 5 കണ്ടിന്യൂസ് ഓടി. 6-ാം തീയതി ഉച്ചയായപ്പോഴാണ് നമ്മൾ ജോധ്പൂരിലെത്തിയത്. ഇതിപ്പോൾ 5-ാം തീയതി വൈകുന്നേരമാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറി. അവിടുന്ന് പിന്നെ രാത്രി കഴിഞ്ഞ് 10-11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഇതെന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആയിരുന്നു നമുക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പം വഡോദര മുംബൈ എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ സ്പീഡ് 100, 110, 120 അതേ സ്പീഡിൽ പോകണം. അപ്പം അത് ബാക്കി എല്ലാ വണ്ടികളും അതേ സ്പീഡിലാണ് പോകുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് പോകണം. വൈകുന്നേരമൊക്കെ ആയി, സന്ധ്യ ആവാറായി, സൺസെറ്റൊക്കെ ആവാറായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പൊക്കെ അടിച്ച് ചായയുടെ സമയമൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ നമുക്ക് ചില സ്ഥലത്താണെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും വണ്ടി ഒന്ന് ഒതുക്കാനുള്ള സ്ഥലം കിട്ടും. ഇല്ലെങ്കിൽ അവിടെ സൈഡിലൊന്നും നിർത്തിയിടാൻ പറ്റത്തില്ല. പെട്രോൾ പമ്പും റെസ്റ്റിംഗ് ഏരിയയും ഹോട്ടലും ഒക്കെയുള്ള സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും. അങ്ങനെയുള്ളിടത്ത് മാത്രമേ നമുക്ക് ഈ എക്സ്പ്രസ് വേക്കകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല മനോഹരമായ സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ സ്പീഡെന്ന് പറയുന്നത് 100, 120, 100, 120 എന്നും പറഞ്ഞ് പോകണം. എന്നാലേ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. നല്ല രസമായിരുന്നു എക്സ്പ്രസ് വേ കൂടെ പോകാൻ. വണ്ടി ഓടിക്കുന്നവർക്ക് പാടുണ്ടായിരിക്കും. സൈഡിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ കണ്ട് പോകാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പെട്രോൾ പമ്പിൽ കയറി ഫ്രഷ് ആവാൻ ടോയ്ലറ്റിൽ പോയി നിൽക്കുന്നതൊക്കെ തോന്നി. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂട് കാറ്റ് വീശുന്നു, നല്ല ചൂട് കാറ്റ്. അവർ പോയിട്ട് വന്നിട്ട് തന്നെ എനിക്ക് പോകാൻ നല്ല കാറ്റ് വീശുന്നുണ്ട്, മുടിയൊക്കെ കയറുന്ന പറക്കുന്നത്. ഇവിടെ റെസ്റ്റ് ഏരിയ ഒക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ പെട്രോൾ പമ്പ് മാത്രമേ ആക്റ്റീവായിട്ടുള്ളൂ. വേറെ സംഭവങ്ങളൊക്കെ അവിടെ പണിയുന്നതേ ഉള്ളൂ. റെസ്റ്റ് ഏരിയ ഹോട്ടലും ഒക്കെ ഉണ്ടല്ലോ, 5 കിലോമീറ്റർ ഇടവിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്.
അപ്പം ഇതൊക്കെ സെറ്റ് ആവുന്നതേ ഉള്ളൂ ഹൈവേയുടെ ഈ എക്സ്പ്രസ് ഹൈവേയുടെ. ഇപ്പോൾ പെട്രോൾ പമ്പ് മാത്രമേ നിലവിലാക്കിയുള്ളൂ. പെട്രോൾ പമ്പിൻ്റെ ബാത്റൂമിലാണ് പോകാൻ നിൽക്കുന്നത്. 8:30-9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇറങ്ങുമായിരിക്കും. ഫോറിൽ നിന്ന് ഇറങ്ങി എന്നെ വണ്ടിയിലോട്ട് കയറി. അത് ഫോറിൽ ടോളിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞ് 11 മണി ആവാറായി. നമ്മൾ ഇതുവരെ നാഷണൽ ഹൈവേന്ന് ഇറങ്ങിയില്ല. നാഷണൽ എക്സ്പ്രസ് ഹൈവേ 4ൽ നിന്ന് ഇറങ്ങി 1ലോട്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയില്ല. ഇപ്പം നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ കയറി. 11 മണിയായി. നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറിയേക്കുന്നു. രണ്ട് ചായ വാങ്ങിച്ചു. എത്ര ചായ? 40. ചപ്പാത്തി പനീറും. നമ്മുടെ ഫുഡ് വന്ന് 11 മണിയായി. റൊട്ടി പനീറും കഴിക്കട്ടെ. കഴിഞ്ഞോ? ഇതല്ല, രംഗോലി ഡാബ എന്നാ. രംഗോലി ഡാബ ബില്ലിനകത്ത് പേര്. ഇപ്പം സമയം 11:15 രാത്രിയിൽ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇവിടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് ഉള്ള നല്ല വൃത്തിയുള്ള വാഷ്റൂമായിരുന്നു. രണ്ടുപേരും ബാത്റൂമിൽ പോയായിരുന്നോ? സോറിന്നാ. ഇങ്ങനെ നമ്മൾ NE 4ൽ നിന്ന് NE 1ൽ വന്ന് NE 1ൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങാനുള്ള ടോൾ പ്ലാസയിലെത്തി. മൊത്തം 100 കിലോമീറ്റർ പുറത്തുണ്ടായിരുന്നു. അതിൽ 150 ഉണ്ടായിരുന്നു. 100 ഉണ്ടായിരുന്നേ. 100 കിലോമീറ്ററിൽ കൂടുതലുണ്ടായിരുന്നു നമുക്ക് ഈ നാഷണൽ എക്സ്പ്രസ് ഹൈവേ 1ഉം 4ഉം കൂടെ. 4 ആയിരുന്നു 100 above, 1 അത്രയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാണ്. അടുത്ത ടോൾ എത്തിയിട്ടുണ്ട്. ടോളിൻ്റെ പേരെന്തുവാ? പേരില്ലയോ? ഇവിടെയുണ്ട് ബാത്റൂമൊക്കെ. ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലായിടും വൃത്തിയുള്ള ബാത്റൂമുകളൊക്കെയാണ്. സ്ലോ എക്സ്പ്രസ് വേ ends NE 1. നല്ല അടിപൊളി റോഡായിരുന്നു. 100 കിലോമീറ്റർ എങ്ങനെ ഓടിച്ചു പോകുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എത്തി. മെർജിങ് വിത്ത് സിറ്റി ട്രാഫിക്, ഡ്രൈവ് സ്ലോ. അപ്പം നമ്മൾ വഡോദര ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലോട്ട് കയറുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാഷണൽ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി സിറ്റിയിലോട്ട് കയറും. അപ്പം ഇന്ന് അന്ന് രാത്രി മൊത്തം ഓടി രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ രാജസ്ഥാനിലെത്തും. അങ്ങനെയാണ് പോരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഒരു ഹൈപ്പും കൂടി